ഹലോ. പഴുത്ത പപ്പായ കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഹൽവയുടെ റെസിപ്പിയാണ് ഇന്ന്. ഞാനിതിൻ്റെ അകത്ത് എക്സ്ട്രാ കളറോ പ്രിസർവേറ്റീവ്സോ ഒന്നും ചേർത്തിട്ടില്ല. അതിന് വേണ്ടിയിട്ട് ഒരു പഴുത്ത പപ്പായയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ അകത്തെ കുരുവൊക്കെ കളഞ്ഞ് അതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ കട്ട് ചെയ്ത പപ്പായ ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് കോൺഫ്ലോർ, ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ, നിങ്ങൾ എടുക്കുന്ന പപ്പായയുടെ വലുപ്പത്തിനനുസരിച്ചിട്ടാണ് കോൺഫ്ലോർ എടുക്കേണ്ടത്. ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോറാണ് എടുത്തിട്ടുള്ളത്. അത് ഒരല്പം വെള്ളത്തിലേക്ക് മിക്സ് ചെയ്ത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ ഇത് സെറ്റ് ചെയ്യാൻ വെക്കേണ്ട പാത്രത്തിലേക്ക് അല്പം നെയ്യ് തടവി അതും കൂടി ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ആ പ്ലേറ്റിലേക്ക് നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് പൊരിക്കടലയാണ് ചേർത്തിട്ടുള്ളത്. അതിനുശേഷം ഒരു പാൻ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ഞാൻ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ നെയ്യ് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഞാൻ നമ്മളെ പപ്പായയുടെ അരച്ച് വെച്ചിട്ടുള്ള അതുണ്ടല്ലോ, ആ ഒരു അരപ്പിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ വേറെ ജോലികളൊന്നുമില്ല, നമ്മളിതിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതിൻ്റെ അകത്തെ വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റി വരുന്ന സമയം വരെ നമ്മളിതിങ്ങനെ വഴറ്റിയെടുക്കണേ. അതിനുശേഷം നമ്മളിതിലേക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മളെടുക്കുന്ന പപ്പായയുടെ ആ ഒരു മധുരം നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള മധുരമാണ് ചേർക്കേണ്ടത്. അപ്പം ഞാനിവിടെ ഒരു കപ്പ് അളവിൽ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ആ ഒരു അളവ് ഒത്തിരി കൂടുതലായിരുന്നു. അപ്പം നിങ്ങളെടുക്കുമ്പോൾ പപ്പായയുടെ മധുരമൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു മധുരം ചേർത്ത് കൊടുത്താൽ മതി. ഒരു 1/2 കപ്പ് പഞ്ചസാരയൊക്കെ മതിയാവും. ഇനി ഈ പഞ്ചസാരയും കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് വേറെ ജോലികളൊന്നുമില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക, ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. അതിനുശേഷം നമ്മൾ കോൺഫ്ലോറിൻ്റെ മിക്സ് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ കോൺഫ്ലോറിൻ്റെ മിക്സ് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇളക്കാതിരിക്കരുത്, അത് അടിയിൽ പിടിച്ചൊക്കെ പോകും. അതുകൊണ്ട് കോൺഫ്ലോർ ഒഴിച്ചു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിത് ഇളക്കി കൊടുത്ത് ഉടനെ അത് പെട്ടെന്ന് തന്നെ തിക്കാവാൻ തുടങ്ങും. അപ്പോൾ ഒരല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഏകദേശം ഈ പരുവാകുമ്പോൾ നമുക്കതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പോ കിസ്മിസോ നട്ട്സോ അതേപോലെ എള്ളോ ഒക്കെ ചേർത്ത് കൊടുക്കാം. അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് വെച്ച് ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ പോളിസി. അപ്പോൾ ഞാനതിലേക്ക് പൊരിക്കടല മാത്രമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിങ്ങനെ കണ്ടോ, വഴറ്റി ഇപ്പോൾ ഏകദേശം ഇതെല്ലാം ചട്ടിയിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന ഒരു പരുവമായിട്ടുണ്ട്. ഈ ഒരു പരുവം വരെയാണ് നമ്മളിതിങ്ങനെ വഴറ്റിയെടുക്കേണ്ടത്. അപ്പോൾ ചട്ടിയുടെ അടിയിലൊന്നും പിടിക്കാതെ അതെല്ലാം ചട്ടിയിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന പരുവം വരെ വഴറ്റിയെടുക്കണേ. അപ്പോൾ നോൺ സ്റ്റിക്കിൽ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇനി ഈ മിക്സ് നമ്മൾ പാത്രം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, നെയ്യ് തടവിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ച് ഒന്ന് പരത്തി ഒന്ന് ലെവലാക്കി കൊടുക്കാം. വേണമെങ്കിൽ ഇത് തവിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഒരല്പം നെയ്യും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിങ്ങനെ പരത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തവിയിലൊന്നും ഒട്ടിപ്പിടിക്കാതെ കിട്ടുവേ. ഇനി ഇത് നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് നമ്മുടെ ഇഷ്ടത്തിന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടോ, ഞാനിതിൻ്റെ അകത്തേക്ക് എക്സ്ട്രാ ഫുഡ് കളർ ഒന്നും ചേർത്തിട്ടില്ല. പക്ഷെ നല്ല കളറിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. പപ്പായ കൊണ്ടാണ് ഇങ്ങനെയൊരു റെസിപ്പി ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ആരെങ്കിലും പറയുമോ? അപ്പോൾ എല്ലാവരും പപ്പായ കിട്ടുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.